വർക്കലയിൽ മദ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തള്ളിയിട്ട 19-കാരി ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വീഴ്ചയിൽ തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആ പേഷ്യൻ്റ് വന്ന മുറയ്ക്ക് എല്ലാവിധ പരിശോധനകളും ചെയ്തു, എല്ലാ സ്കാനും എല്ലാം ചെയ്തു. അപ്പോൾ മെയിൻലി ഹെഡ് ഇഞ്ചുറിയാണ് കിട്ടിയിരിക്കുന്ന ഫൈൻഡിങ്. അതുപ്രകാരം പേഷ്യൻറ്റിനെ സർജിക്കൽ ICUയിലേക്ക് മാറ്റി വെന്റിലേറ്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് മോർണിംഗിൽ മൾട്ടി ഡിസിപ്ലിനറി ICUയിൽ ഒരു ബെഡ് ഒഴിവായപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പേഷ്യൻ്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. പേഷ്യൻ്റ് മെയിൻലി ഒരു മെഡിക്കൽ ബോർഡ് കൂടിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ ന്യൂറോ സർജറി, ന്യൂറോ മെഡിസിൻ, ജനറൽ സർജറി, ENT, ഓർത്തോ ഇവരുടെയൊക്കെ വിദഗ്ധരായ പ്രൊഫസർമാർ, പ്രഗത്ഭരായ പ്രൊഫസർമാർ ചേർന്ന് ഈ പേഷ്യൻ്റെ ചികിത്സ അവലോകനം നടത്തി ക്രിട്ടിക്കൽ കെയറിൻ്റെ നേതൃത്വത്തിൽ. എന്നിട്ട് നിലവിലുള്ള ചികിത്സ തുടരാനും ബ്രെയിൻ പ്രൊട്ടക്റ്റീവ് വെന്റിലേഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഏറ്റവും മികച്ച ചികിത്സയാണ് നൽകുന്നതെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു. പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല എന്നും ന്യൂറോ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള ചികിത്സയാണ് നിലവിൽ നൽകുന്നതെന്നും ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു. തലച്ചോറിനാണ് പരിക്കേറ്റിരിക്കുന്നത്. തലച്ചോറിൽ ചതവുണ്ടെന്ന് കണ്ടെത്തി. സർജിക്കൽ ICUവിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളതെന്നും വെന്റിലേറ്ററിന്റെ സഹായം ഇപ്പോഴും നൽകുന്നുണ്ടെന്നും ഡോക്ടർ ജയചന്ദ്രൻ പ്രതികരിച്ചു. ചികിത്സയിൽ തൃപ്തിയില്ലെന്നും മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നുമാണ് പെൺകുട്ടിയുടെ അമ്മ ഇന്നലെ പ്രതികരിച്ചത്. എന്നാൽ പ്രഗത്ഭരായ ഒരു ഡോക്ടർമാരുടെ സംഘമാണ് പെൺകുട്ടിയെ ചികിത്സിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയെന്ന് അറിയില്ല എന്നുമായിരുന്നു കുടുംബത്തിന്റെ ആരോപണത്തോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ പ്രതികരണം. പ്രതി പനിച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ രാത്രി കേരള എക്സ്പ്രസിലെ യാത്രക്കിടെയാണ് 19-കാരിയെ സഹയാത്രികൻ തള്ളിയിട്ടത്. ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ ശുചിമുറി ഉപയോഗിക്കാനെത്തിയപ്പോൾ ഉണ്ടായ വാക്കുതർക്കത്തിന്റെ പേരിലാണ് അതിക്രമണമെന്നാണ് മൊഴി. വാതിൽക്കൽ നിന്ന് മാറാത്തതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി പെൺകുട്ടിയെ പിന്നിൽ നിന്ന് തള്ളിയിട്ടതെന്നാണ് FIR. ശ്രീകുട്ടിയും സുരേഷും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും സൂചനയുണ്ട്. പ്രതി പനിച്ചിമൂട് സ്വദേശി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി എന്ന സോനയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 50 വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ കുഞ്ഞിനും ജീവിക്കാൻ പോലും കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് വന്ന കുട്ടിയാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കുന്ന ട്രീറ്റ്മെന്റ് ഇല്ലാതെ. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനില്ല. രണ്ടുപേരെയാണ് അയാൾ അത് ചെയ്യാൻ നോക്കിയത്. രണ്ട് ജീവനാണ് അയാൾ അത്രയും ഇത് ചെയ്തത്. അതും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി ഒരു ആണൊരുത്തം ഇരുന്നിട്ട് അത് അന്വേഷിക്കാനോ തിരക്കാനോ ഒരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. നമുക്ക് ആകെ സുരക്ഷിതത്വം കിട്ടുന്നത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ്. അവിടെ അതില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഏത് കമ്പാർട്ട്മെന്റിലായാലും ഒരു ഗേൾസിന്, അതായത് പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം വേണോ വേണ്ടേ? എത്ര കേസായി ഇപ്പം ഈ റെയിൽവേയില്? ജനറലിൽ പോയതാണല്ലോ സൗമ്യ കേസ് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോയൊരു പെൺകുട്ടിയാണ്. ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഞങ്ങളിലെ പട്ടിയെ പോലെ ഇവിടെ വന്ന് കിടക്കുന്ന അവർ പറയുന്ന ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ആരുണ്ട് ചോദിക്കാൻ? ഉച്ചയ്ക്ക് ശേഷം ബോർഡ് മീറ്റിംഗ് കൂടിയതിനു ശേഷം കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാമെന്ന് ഇന്നലെ പറ്റിയ സംഭവം ഇവിടെ കൊണ്ടുവന്നതാണ്. കുട്ടിയെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇതുവരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഇന്റേണൽ ബ്ലീഡിംഗ് ആണെന്ന് പറയുന്നവര്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെയോ വെച്ച് അതിന് സഡേഷൻ കൊടുത്ത് ഇവിടെ ഞങ്ങളുടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ ഡോക്ടർമാരുടെ ഭാഷയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ വന്ന് കാണുന്നത് ഇപ്പൊ എന്റെ കുട്ടീനെ ഞാൻ ഇപ്പോഴേ വന്ന് കാണുന്നത്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്ന് കാണുന്നത് ഈ ഒരു അവസ്ഥയാണ്. അത് ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് 1 മണിക്ക് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. MRI സ്കാൻ ചെയ്യാൻ പോലും അതിനുശേഷം എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടേ? ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അവര് ചെക്ക് ചെയ്തിട്ട് എന്നെ ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല. എന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് മാത്രം എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 20 മുറിവുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത ഡോക്ടർ പറഞ്ഞത് 20 മുറിവ് കൊച്ചിന്റെ ദേഹത്തുണ്ടെന്ന്. എന്നോട് പറഞ്ഞത് 20 മുറിവ് കൊച്ചിന്റെ ദേഹത്തുണ്ട്. മെയിനായിട്ട് നെറ്റിയുടെ അവിടെയും ബാക്കിലും ഉള്ളതാണ് മെയിനായിട്ട് അവർക്ക് ഉള്ളതെന്ന് പറഞ്ഞത്. ആ മൊത്തത്തിൽ മുറിവാണ്. തല ഉൾപ്പെടെ തലയിൽ 2 മുറിവാണ് മെയിനായിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിലും നെറ്റി സൈഡിലും. ബാക്കി മൊത്തം മുറിവുണ്ട്. അത് 20 മുറിവുണ്ടെന്ന് ഡോക്ടർ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ പൊസിഷൻ എന്താന്ന് വെച്ചാല് കുട്ടി ഒരു ഡെഡ് ബോഡി കിടക്കും പോലെ കിടക്കുന്നു. മൂക്കിൽ കൂടി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസം എടുക്കുന്നുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അവർ ശ്വാസം എടുക്കുന്നുണ്ട്. ബോഡി തണുത്തിട്ടുണ്ട്. അവര് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ചെയ്യാന്ന് പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം അവര് പറയുവാണ് ഇല്ലാന്ന് പറയുമോ എന്നുള്ളൊരു പേടിയാണ്. എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. അതിന് എന്ത് അവർ ചെയ്തിട്ടാണ് എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. എനിക്ക് ആകെ ഒന്നേ ഉള്ളൂ. എനിക്കൊരു വളർന്നുമില്ല. ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ.
അതും 19 വയസ്സ് പോലും എന്റെ കുഞ്ഞിന് തികഞ്ഞിട്ടില്ല. 18 വയസ്സാണ് അവക്ക്. അല്ല 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 ഇവിടെ ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എന്റെ നെഞ്ചിൽ കൂടെ തീ തന്നെയാണ്. എനിക്കത് ടെൻഷൻ തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ആ കുട്ടീനെ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് കണ്ടത് എന്റെ മോളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടില്ല. അത് വേറെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങള് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു വീടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വളരെ ബുദ്ധിമുട്ടുള്ള 3 പെൺമക്കളുള്ള ഒരു കുടുംബം. അതിൽ നിന്നൊരു കുട്ടിയാണ് ഈ പ്രിയ ബാംഗ്ലൂരിൽ പോയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത്. അതിലെ ഒരു മകനുള്ളത് ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യാണ്. മോളാണ് ഈ എറണാകുളത്ത് ഹസ്ബൻഡിന്റെ വീട്ടിലാണ്, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് അറിയുന്നു. പക്ഷെ നമ്മുടെ ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ഇല്ലേ റെയിൽവേയിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പല സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനൊരു പരിഹാരം കാണാൻ ഗവൺമെന്റ് ഇടപെട്ടേ പറ്റൂ. അടിയന്തരമായി ഇടപെടണം. ഇവര് വളരെ പുവർ ഫാമിലിയാണ്. അവരെ സംബന്ധിച്ച് ചികിത്സയ്ക്ക് വേണ്ടുന്ന ഫണ്ടും മറ്റു കാര്യങ്ങളും അവരുടെ കയ്യിലില്ല. അടിയന്തര ചികിത്സ ആ കുട്ടി വന്നുടനെ ചിത്രയിലേക്ക് വിടണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉടനെ അറിയിച്ചുകൊണ്ട് അവർക്ക് വിദഗ്ധമായ ചികിത്സ ജനപ്രതിനിധികളെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, വൈസ് പ്രസിഡന്റ്, മെമ്പറുണ്ട്, മുൻ മെമ്പറൊക്കെ ഉണ്ട്. ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുള്ള ഇത്തരം ഒരു സംഭവം ആദ്യത്തെ സംഭവമാണ്. ഇതിനകത്ത് വളരെ ഗൌരവമായി കണ്ടേ പറ്റൂ എന്നാണ് എനിക്ക് മാധ്യമങ്ങളോടും ഇവിടുത്തെ ഗവൺമെന്റിനോടും ഈ പോലീസ് സേനയോടും പറയാനുള്ളത്. ഡോക്ടർമാരും അതെ, ഞങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നാളെ രാവിലെ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഒരു വിദഗ്ധമായ അഭിപ്രായം പറയാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഞങ്ങളെ കാണിച്ചിട്ടുമില്ല. ആ സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ടേ പറ്റൂ. ഇതുപോലുള്ള ഒത്തിരി പെൺകുട്ടികൾക്ക് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിന് പരിഹാരം ഉണ്ടായേ മതിയാവൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ കുട്ടിക്കും ആ കുടുംബത്തിനും വേണ്ട നീതി ഉണ്ടാവണം. കുറ്റം ചെയ്ത ആളിന് തക്കതായ ശിക്ഷ ഉണ്ടാവണം എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്.